കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള IPLലെ നിർണായക പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പുറത്താവൽ വൻ വിവാദത്തിൽ. റൺ ചേസിൽ ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കെയാണ് പേസർ ഹർഷിത് റാണ എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ കോഹ്ലി പുറത്തായത്. 7 ബോളിൽ 2 ഫോറും 1 സിക്സും അടക്കം 18 റൺസ് എടുത്ത അദ്ദേഹത്തെ പേസർ ഹർഷിത് റാണ സ്വന്തം ബൗളിങ്ങിൽ പിടികൂടുകയായിരുന്നു. മൂന്നാം ഓവറിലെ ആദ്യ ബോളിലാണ് RCBയെ ഞെട്ടിച്ച് കോഹ്ലി വീണത്. തോളിൻ്റെ ഉയരത്തിൽ വന്ന ഒരു ഫുൾ ടോസ് ബോളിനെ ബാറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ബാറ്റിൽ തട്ടിയുയർന്ന ബോൾ നേരെ ഹർഷിതിൻ്റെ കൈകളിലെത്തുകയായിരുന്നു. തുടർന്ന് അമ്പയർ ഔട്ട് വിധിച്ചതോടെ കോഹ്ലി റിവ്യൂ എടുക്കുകയായിരുന്നു. റീപ്ലേകൾ പരിശോധിച്ച തേർഡ് അമ്പയറും ഈ തീരുമാനം ശരിവയ്ക്കുകയായിരുന്നു. ക്രീസിന് അല്പം പുറത്തേക്കിറങ്ങിയാണ് കോഹ്ലി സ്ട്രൈക്ക് നേരിട്ടതെന്നും റീപ്ലേയിൽ കാണാം. മാത്രമല്ല ബോൾ കയ്യിൽ നിന്നും റിലീസ് ചെയ്ത ശേഷം മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. കോഹ്ലിയുടെ അരക്കെട്ടിന് നേരെയാണ് ഈ ബോൾ വരികയും ചെയ്തത്. ഈ കാരണത്താൽ തന്നെയാണ് തേർഡ് അമ്പയറും കോഹ്ലിക്കെതിരെ തീരുമാനം പ്രഖ്യാപിച്ചത്. തേർഡ് അമ്പയറുടെ തീരുമാനം അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു. രോഷത്തോടെ ക്രീസ് വിടവെ പെട്ടെന്ന് അമ്പയർമാരുടെ അരികിലേക്ക് വന്ന കോഹ്ലി അവരോട് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. നോൺ സ്ട്രൈക്കറുടെ എൻഡിലുണ്ടായിരുന്ന RCB ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിയും ഈ തീരുമാനത്തിൽ തൃപ്തനായിരുന്നില്ല. കോഹ്ലി പുറത്തായി മടങ്ങുമ്പോൾ അമ്പയറോട് ഡു പ്ലസി പുറത്താവലിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും സമ്മിശ്ര പ്രതികരണമാണ് കോഹ്ലിയുടെ പുറത്താവലിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആരാധകർ കോഹ്ലി ശരിക്കും ഔട്ട് തന്നെയാണെന്നും അഭിപ്രായപ്പെടുമ്പോൾ അത് ഔട്ടല്ലെന്നാണ് മറുവിഭാഗത്തിൻ്റെ വാദം.